ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മന്തിയാണ്. അത് ഞാനിവിടെ പാനിലാണ് ഉണ്ടാക്കുന്നത്, കുക്കർ എടുക്കുന്നില്ല. അപ്പം നമ്മൾ ആവശ്യത്തിന് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന മന്തിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളക് നടുവെന്ന് കീറിയത്, പിന്നെ ഒരു ഉണക്കനാരങ്ങ എടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ട് അതിൻ്റെ ഉള്ളിൽ, ആ ചിക്കൻ്റെ ഉള്ളിൽ നന്നായിട്ട് വഴണ്ട് ചേരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടാൻ ക്യാപ്സിക്കം. പിന്നെ നാരങ്ങ ഇട്ട് കൊടുക്കാം, ഉണക്കനാരങ്ങ. പിന്നെ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബ് ഞാൻ വലുതായിട്ടായിരുന്നു ഇട്ടത്, പക്ഷേ അങ്ങനെയല്ല ഇടേണ്ട, പൊടിച്ച് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ അത്യാവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മാഗി ക്യൂബ് ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ടിട്ടുള്ളായിരുന്നു, 2 മാഗി ക്യൂബാണ് ഇടുന്നത്. മാഗി ക്യൂബ് നന്നായിട്ട് ഉടച്ച് ചേർക്കണം. എന്നിട്ട് ഞെവിടിയൊന്ന് ചേർത്ത് കൊടുത്താൽ ആ ഉപ്പ് എല്ലാ സൈഡിലും പിടിക്കും. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് ഒരു സൈഡിൽ മാത്രം നിൽക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഉപ്പ് സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഉപ്പ് എല്ലാ സൈഡിലും ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നമ്മൾ അടച്ച് വെക്കുക. പിന്നെ ഇതിൽ ചേർക്കേണ്ടതെന്ന് പറയുമ്പോൾ ഞാനിവിടെ 2 മാഗി ക്യൂബ് ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അങ്ങനെ തോന്നുന്നതായിരിക്കും, അത് ക്ഷമിക്കണം. പിന്നെ ഇതിൽ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, അത് മസ്റ്റാണല്ലോ. അത് കൂടിപ്പോയാലും കുഴപ്പമില്ല, നല്ല ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. മന്തി മസാല 2 സ്പൂൺ എങ്കിലും മന്തി മസാല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ പുതിനയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ 2 സവാള ചെറുതായി അരിഞ്ഞത്, നല്ല സ്ലൈസായിട്ട് അരിഞ്ഞത് വേണമെന്ന് വെച്ചാൽ അതിനകത്ത് വെന്ത് ചേരണം. ചിക്കനകത്ത് വേവാതെ കിടക്കാൻ പാടില്ല, ഇതിനകത്ത് നന്നായിട്ട് വെന്ത് അതിൻ്റെ ഉള്ളിൽ ചേരണം. പിന്നെ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. 1 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ട് അതൊന്ന് പുരട്ടിയെടുക്കാം. നന്നായിട്ടൊന്ന് അതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം നമുക്ക്. അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ പാനായതുകൊണ്ട് അടുക്കി പിടിക്കത്തില്ല, എന്നാലും ആ ഉപ്പൊക്കെ ഒന്ന് എല്ലാ സൈഡിലും ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി ഒന്ന് തിരിച്ച് മീൻ പൊരിക്കുന്ന പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ 2 സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം, എന്നെങ്കിൽ അതെല്ലാം ഒന്ന് സെറ്റായി വെന്ത് വരത്തുള്ളൂ. അപ്പം അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിൽ വെള്ളമേ നമ്മൾ ഒഴിക്കുന്നില്ല, വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വെന്ത് കഴിയുമ്പം അത്യാവശ്യം വെള്ളം മുകളിൽ പൊങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് വെന്ത് ഇപ്പം നല്ല സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെന്ത ചിക്കൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഈ വെള്ളത്തിലാണ് നമ്മുടെ റൈസ് വേവിച്ചെടുക്കാൻ പോകുന്നത്. നമുക്ക് കഴുകി വൃത്തിയാക്കി ഒരു മണിക്കൂറാണ് നമ്മൾ ഈ അരി ഒന്ന് കുതിർത്ത് വെച്ചിട്ടുള്ളത്. അതായത് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെക്കണം. അതിന് ശേഷമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് അരിയിൽ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക. അതായത് ഒരു 1/2 ഇഞ്ച് പൊങ്ങി വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം നമ്മളൊരു കാര്യം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, നാരങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത്, നടുവെന്ന് കീറിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിവിടെ ഫുഡ് കളറൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ചിക്കൻ്റെ ഉള്ളിലോട്ട് ചേർക്കാനുള്ള മസാല നമുക്ക് പുരട്ടി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ഞാനിവിടെ 2 സ്പൂണും, മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ, പിന്നെ നമ്മുടെ മന്തി മസാല, പിന്നെ ഗരം മസാല, ഉപ്പ്, ആവശ്യത്തിനുള്ള ചിക്കനകത്ത് ശകലം ഉപ്പിട്ടാൽ മതി. കാരണം നമ്മൾ മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് നമുക്കിതിൽ ശ്രദ്ധിച്ച് വേണം ഉപ്പിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ആ മന്തിയുടെ അതേ ഒരു ലുക്കിൽ നമുക്ക് ചെയ്തെടുക്കാം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ഓയിൽ ഒരു ശകലം തടവി കൊടുത്തിട്ടേ ഉള്ളൂ. ഓയിൽ വലുതായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ വലുതായിട്ട് ഫ്രൈ ആവേണ്ട, അതിൻ്റെ ആ ഒരു ഇതുപോലെ ഒന്നായി വരണം. ഇതുപോലെ ആയി വന്നതിന് ശേഷം നമുക്കതെല്ലാം ഒരു പ്ലേറ്റിലോട്ട് ആക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ റൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പ് അതിൻ്റെ കുറച്ച് ഗ്രേവി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ മന്തി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് മുന്നായിട്ട് നമുക്ക് ഈ ചിക്കനെല്ലാം അതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചൊന്ന് സെറ്റാക്കാറുണ്ട്. അതൊരു 5-10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. വളരെ തീ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ മയോണൈസ് സെറ്റ് ചെയ്ത്, മയോണൈസ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ നമുക്ക് നമ്മുടെ മന്തി ഒന്ന് എടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മന്തി സെറ്റായിട്ടുണ്ട് ഗൈസ്. കറക്റ്റ് ആ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. മന്തിയുടെ ആ ലുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മയോണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സലാഡ്സ് ഒന്നും ഇല്ലായിരുന്നു. അതിന് പകരം ഞാൻ 2 നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മന്തി ഇവിടെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. പ്ലീസ് സപ്പോർട്ട് മീ.